ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയും അതുപോലെ വേറെ കുറച്ച് ചേരുവകളും മാത്രം വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. നമുക്ക് ചായൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പം നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ചൊരു ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കര വെച്ചിട്ടല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം മധുരത്തിന്. അപ്പം നമ്മൾ പാനിയൊന്നും റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ശർക്കര വെച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പാനി റെഡിയാക്കി എടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് അവിടുന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ചൊരു തേങ്ങ ചിരവിയത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് അപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. കാരണം മൊത്തമായിട്ടൊന്ന് മിക്സ് ആവാനൊക്കെ നല്ല ഈസി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നല്ലൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ പായ ആണെങ്കിൽ 2 എണ്ണം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആകുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ മൈദ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒന്നുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് ഒരു ടേസ്റ്റിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കരിഞ്ജീരകം ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മധുരം ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരം കറക്റ്റ് കിട്ടുള്ളൂ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി ഇവിടെ കറക്റ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തിളച്ച ശർക്കരപ്പാനി ആ മാവിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഞാനത് ജസ്റ്റ് ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച് നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നല്ല തിളച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിതാ ഫുള്ളായിട്ട് ആവശ്യമൊന്നുമില്ല, കുറച്ച് ഇവിടെ ബാക്കി വന്നിട്ടുണ്ട്. ഏകദേശം നല്ലൊരു ലൂസിലായിട്ടുള്ള നമ്മളെ ചപ്പാത്തിനൊന്നും ഒരു കട്ടിക്കല്ല കേട്ടോ നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ കുറച്ച് കയ്യിലൊരു എണ്ണ പരട്ടിയതിന് ശേഷം ഇത് അതേപോലെ ഒരു ബോൾസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓവറായിട്ട് കട്ടിയില്ലാത്തൊരു മാവനാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എണ്ണ വെക്കാതൊക്കെ ആകുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണ വെച്ചിട്ട് തന്നെ നമ്മളിത് ബോൾസാക്കി മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമ്മൾ നല്ല മയത്തിലുള്ള അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതേപോലെ ഒന്നിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓവർ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എന്നാൽ പറ്റ ലോ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം നമ്മൾ ഓൾറെഡി കുറച്ചൊന്ന് പൊടിയൊക്കെ വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.